പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ മിഥുൻ ദാമോദരൻ. ഇന്നത്തെ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു മൊബൈൽ ഫോണുകളെക്കുറിച്ച്, മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്ന ആധിപത്യത്തെക്കുറിച്ച്. ലോകത്തെ മാറ്റിമറിച്ച മൊബൈൽ ഫോൺ കണ്ടെത്തിയ കൂപ്പറുടെ ആ വിളിക്ക് 52 വർഷങ്ങൾ തികയുന്നു. അടുത്ത 50 ആണ്ടിൽ എന്താവും മൊബൈലിന്റെ ഭാവി എന്നും നാം ചർച്ച ചെയ്യുന്നു. വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മനുഷ്യജീവിതത്തിൽ മൊബൈൽ ഫോണിനേക്കാൾ സ്വാധീനം ചെലുത്തിയ മറ്റൊരു ഉപകരണം ഉണ്ടാവില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആവശ്യത്തിനോ അനാവശ്യത്തിനോ ആയി ഒരു വ്യക്തി ശരാശരി 3000-ഓളം തവണ തൻ്റെ മൊബൈൽ ഫോണിൽ തൊടുന്നുണ്ടെന്നാണ് കണക്ക്. ഒരു വർഷത്തിൽ ഏതാണ്ട് 900-ഓളം മണിക്കൂർ, അതായത് ഒരു മാസത്തിലേറെ, ഒരു പക്ഷേ അതിൻ്റെ ഇരട്ടിയോളം സമയം മനുഷ്യൻ മൊബൈൽ ഫോണിൽ ചെലവിടുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഓരോ വർഷവും ഈ കണക്കുകളിൽ വർധനവല്ലാതെ രേഖപ്പെടുത്തുന്നില്ലെന്നാണ് നാം ഓരോരുത്തരും സ്വയം നിരീക്ഷിക്കുമ്പോൾ തന്നെ വ്യക്തമാകുന്ന യാഥാർത്ഥ്യം. മനുഷ്യരുടെ ഒഴിച്ചുകൂടാനാവാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമായി തന്നെ ഇന്ന് സ്മാർട്ട് ഫോണുകൾ മാറിക്കഴിഞ്ഞു. നമ്മുടെ ചിന്തയെയും പ്രവൃത്തിയെയും മാറ്റിമറിച്ച മൊബൈൽ ഫോൺ മനുഷ്യന്റെ കൈകളിലെത്തിയിട്ട് ഏതാണ്ട് 52 വർഷം തികയുന്നു. മറുപുറത്ത് ഉള്ള ഒരാളുമായി കുറച്ചു സമയം സംസാരിക്കാമെന്നതിൽ തുടങ്ങി ഇന്ന് പരിധികളല്ലാത്ത സൗകര്യങ്ങളും ഉപയോഗങ്ങളിലും എത്തി നിൽക്കുമ്പോൾ 50 വർഷം മുമ്പ് ലോകത്തിന് താൻ നൽകിയ സംഭാവനയിൽ അത്ര വൃത്തനല്ല മാർട്ടിൻ കൂപ്പർ എന്ന സെൽഫോണിന്റെ പിതാവ്. ആളുകൾ മൊബൈൽ ഫോണിൽ ഇത്രയധികം ഭ്രമിച്ചതിനാലാണ് അദ്ദേഹത്തിന് വിഷമം. ആളുകൾക്ക് അവരുടെ മനസ്സ് നഷ്ടപ്പെട്ടു പോയെന്നാണ് മാർട്ടിൻ കൂപ്പർ പറയുന്നത്. മാർട്ടിൻ കൂപ്പറിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ആരെങ്കിലും ഫോണിൽ നോക്കിക്കൊണ്ട് റോഡ് മുറിച്ച് കിടക്കുമ്പോൾ എനിക്ക് വിഷമം വരും. അവർക്ക് അവരുടെ മനസ്സ് നഷ്ടപ്പെട്ടു പോയി. 94-കാരനായ അമേരിക്കൻ എഞ്ചിനീയർ AFPക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളായിരുന്നു ഇത്. ആളുകൾ ഇത്രയധികം സമയം മൊബൈൽ ഫോണിൽ ചെലവിടുന്നതിൽ നിരാശയുണ്ടെങ്കിലും ഒരു നാൾ രോഗങ്ങളെപ്പോലും അതിനെ ശമിപ്പിക്കാൻ സാധ്യമാകുന്ന പ്രതീക്ഷയും മാർട്ടിൻ കൂപ്പർ പങ്കുവെക്കുന്നു. തൻ്റെ കൊച്ചുമക്കളും അവരുടെ മക്കളും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് മനസ്സിലാക്കാൻ തനിക്ക് ഒരിക്കലും സാധ്യമാകുന്നില്ലെന്ന നിരാശയും കൂപ്പർ വെളിപ്പെടുത്തി. മാർട്ടിൻ കൂപ്പർ ആപ്പിളിൻ്റെ വാച്ച് കയ്യിൽ ധരിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ ശ്രേണിയിലുള്ള ഐഫോണാണ് അദ്ദേഹം ഉപയോഗിക്കുന്നതും. 1973 ഏപ്രിൽ 3 ആദ്യമായി ഫോൺ വിളിക്കാൻ ഉപയോഗിച്ച വയറുകളുടെയും സർക്യൂട്ടുകളുടെയും ഭാരമേറിയ ഒരു ബ്ലോക്കിൽ നിന്ന് വളരെ അകലെയാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഐഫോൺ. 1973 മുതൽ 2025 വരെയുള്ള 52 വർഷത്തിനിടയിൽ മൊബൈൽ ഫോണിന്റെ ചരിത്രത്തിനൊപ്പം സഞ്ചരിക്കാം. 1973 ആദ്യ മൊബൈൽ ഫോൺ സാങ്കേതികവിദ്യ കൊണ്ടുവരാനും വിപണിയിലെ മത്സരത്തിൽ പിഴുതെറിയപ്പെടാതിരിക്കാനുമുള്ള ഓട്ടത്തിൽ മോട്ടോറോള നിയോഗിച്ച ഡിസൈനർമാരുടെയും എഞ്ചിനീയർമാരുടെയും ഒരു ടീമിനെ നയിച്ചിരുന്നത് മാർട്ടിൻ കൂപ്പറാണ്. 1877 ആരംഭിച്ചത് മുതൽ ഒരു നൂറ്റാണ്ടിലേറെയായി US ടെലികോം രംഗത്ത് ആധിപത്യം പുലർത്തിയിരുന്ന ബെൽ സിസ്റ്റം കമ്പനിയെ പരാജയപ്പെടുത്താമെന്ന പ്രതീക്ഷയിൽ ദശലക്ഷക്കണക്കിന് ഡോളറാണ് മോട്ടോറോള മൊബൈൽ ഫോൺ പദ്ധതിയിൽ നിക്ഷേപിച്ചത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് തൊട്ടു പിന്നാലെ ബെല്ലിന്റെ എഞ്ചിനീയർമാർ ഒരു സെല്ലുലാർ ഫോൺ സംവിധാനം എന്ന ആശയം അവതരിപ്പിച്ചിരുന്നു. 1960-കളുടെ അവസാനത്തോടെ ഫോണുകൾ കാറുകളിൽ വയ്ക്കുന്നത് വരെ എത്തി. വലിയ ബാറ്ററി ആവശ്യമായതു കാരണം അവരുടെ ആശയം ഭാഗികമായാണ് നിറവേറ്റപ്പെട്ടത്. എന്നാൽ കൊണ്ടു നടക്കാവുന്ന ഫോൺ എന്ന ആശയത്തിലൂന്നിയായിരുന്നു കൂപ്പറുടെ പോരാട്ടം. 1972 അവസാനത്തിലാണ് ഇതിന് തുടക്കം കുറിക്കുന്നത്. മോട്ടോറോളയുടെ മുഴുവൻ വിഭവങ്ങളും അദ്ദേഹത്തിന്റെ പോരാട്ടത്തിന് സഹായകരമായിരുന്നു. മോട്ടോറോളയിലെ വിദഗ്ധർക്കൊപ്പം അദ്ദേഹം 3 മാസം മുഴുവൻ സമയവും പ്രവർത്തിച്ചു. 1973 മാർച്ച് അവസാനത്തോടെ മോട്ടോറോളയുടെ ഡൈനാമിക് അഡാപ്റ്റീവ് ടോട്ടൽ ഏരിയ കവറേജ് എന്ന മൊബൈൽ ഫോൺ പുറത്തിറങ്ങി. 1 കിലോയോളം തൂക്കമുണ്ടായിരുന്നു ഈ ഫോണിന്. 25 മിനിറ്റ് സംസാരിക്കാനുള്ള ബാറ്ററി ലൈഫാണ് അതിനുണ്ടായിരുന്നത്. അന്ന് അതൊരു പ്രശ്നമായിരുന്നില്ല. നല്ല കനമുള്ളത് കാരണം 25 മിനിറ്റിൽ കൂടുതൽ നിങ്ങൾക്ക് പിടിക്കാൻ സാധിക്കുമായിരുന്നില്ല. മാർട്ടിൻ കൂപ്പർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. 1973 ഏപ്രിൽ 3 കൂപ്പർ ആദ്യ മൊബൈൽ ഫോണിൽ നിന്ന് ആദ്യത്തെ ഫോൺ വിളിച്ചു. തങ്ങളുടെ ബിസിനസ് എതിരാളികളെ തന്നെ അവർ ഇതിനായി തിരഞ്ഞെടുത്തു. ബെൽ സിസ്റ്റത്തിന്റെ ഉന്നതനായ ഡോക്ടർ ജോയൽ എങ്കലിനെ മാർട്ടിൻ കൂപ്പർ വിളിച്ചു. തന്റെ ആദ്യ ഫോൺ കോളിനെ കുറിച്ച് 50-ാം ആണ്ടിൽ കൂപ്പർ ഓർക്കുന്നുണ്ട്. ജോയൽ, ഇത് മാർട്ടിൻ കൂപ്പറാണ്. ഞാൻ കയ്യിലൊതുങ്ങുന്ന ഒരു ഫോണിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. വ്യക്തിഗതമായി കൊണ്ടു നടക്കാവുന്ന ഫോണിൽ. മറുവശത്ത് അപ്പോൾ നിശബ്ദതയാണ് കേട്ടത്. അദ്ദേഹം പല്ലുകൾ ഞെരുക്കുകയായിരിക്കും ആ സമയത്ത് എന്നാണ് എനിക്ക് തോന്നിയത്. കൂപ്പർ AFPയോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. 1983 കൂപ്പറിന്റെ ഫോൺ വിപണിയിലേക്ക് എത്തുന്നു. കൂപ്പറിന്റെ ചരിത്രപരമായ ആദ്യ ഫോൺ വിളിക്ക് ശേഷം 10 വർഷമെടുത്തു ആദ്യ മൊബൈൽ ഫോൺ വിപണിയിലേക്ക് എത്താൻ. 1983 മോട്ടോറോള ഡൈനാടാക് 8000X എന്ന മോഡൽ US-ൽ വിൽപ്പന തുടങ്ങി. $3995 ആയിരുന്നു അതിന്റെ വില. അതായത് ഏകദേശം ഇന്ത്യൻ വില 3,28,000 രൂപ.
ഇഷ്ടിക എന്ന് വിളിപ്പേരുള്ള ആദ്യ മൊബൈൽ ഫോണിന് 1 കിലോ ഭാരവും 33 സെന്റിമീറ്റർ വലുപ്പവും ഉണ്ടായിരുന്നു. ഡൈനാടെക് 80കളുടെ ഒരു പര്യായമായി മാറി. അക്കാലത്തിറങ്ങിയ സിനിമകളിലും TV സീരിയലുകളിലും ഇത് പ്രത്യക്ഷപ്പെട്ടു. 1989ഓടെ പോക്കറ്റുകളിൽ ഒതുങ്ങുന്ന ഫോണുകളുടെ സൂചന നൽകി ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. 1985 സീമെൻസ് മൊബൈൽ ടെലിഫോൺ C1 ഇറങ്ങുന്നു. 1985 സീമെൻസ് തങ്ങളുടെ ആദ്യ മൊബൈൽ ഫോൺ പുറത്തിറക്കിയപ്പോൾ ഒരു ബ്രീഫ് കേസിനോട് സാമ്യമുള്ളതായിരുന്നു സീമെൻസ് മൊബൈൽ ടെലിഫോൺ C1. ഇത് വിചിത്രമാണെന്ന് തോന്നുമെങ്കിലും ബ്രീഫ് കേസുകൾ പോലെ തോന്നിക്കുന്ന സെൽഫോൺ ആളുകൾ കൂടുതലായി ഉപയോഗിച്ചു. പുറത്തു പോകുമ്പോൾ മതിയായ ചാർജ് ലഭിക്കാനുള്ള സൗകര്യം ഇതിനുണ്ടായിരുന്നതാണ് അതിന്റെ കാരണം. ഈ മോഡലിന്റെ പശ്ചാത്തലത്തിൽ ഫോണുകൾ കൂടുതൽ ഒതുക്കമുള്ളതായി മാറി. 1987 നോക്കിയ ആദ്യ ഫോൺ ഇറക്കുന്നു. മൊബിറ സിറ്റിമാൻ 900 എന്നായിരുന്നു നോക്കിയയുടെ ആദ്യ മൊബൈൽ ഫോണിന്റെ പേര്. 1987 ഇത് അവതരിപ്പിക്കുന്നത്. ബാറ്ററി അടക്കം 800 ഗ്രാം ആയിരുന്നു ഇതിന്റെ ഭാരം. വില കൂടിയതിനാൽ സമൂഹത്തിലെ ഉന്നതരുടെ കൈകളിലാണ് ഇത് എത്തിപ്പെട്ടത്. 1987 പുറത്തിറങ്ങിയ ലെതൽ വീപ്പൺ ചിത്രത്തിലെ ഉപയോഗത്തിലൂടെ ഫോണിന് പ്രസക്തിയേറി. ഫിൻലാൻഡിൽ ഗോർബ എന്ന പേരിലാണ് ഫോൺ അറിയപ്പെട്ടിരുന്നത്. സോവിയറ്റ് യൂണിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി മിഖായേൽ ഗോർബച്ചേവ് 1989 ഒക്ടോബറിൽ ഒരു ഹോട്ടലിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിനിടെ മോസ്കോയിലേക്ക് സിറ്റിമാൻ 900 ഉപയോഗിച്ച് ഫോൺ വിളിക്കുന്ന വലിയ ചിത്രം പ്രചാരം നേടിയിരുന്നു. 1987 GSM എത്തുന്നു. 1987 ആഗോളതലത്തിൽ അംഗീകരിച്ച പൊതു മാനദണ്ഡമാണ് GSM. ഗ്രൂപ്പ് സ്പെഷ്യൽ മൊബൈൽ എന്ന പേര് പിന്നീട് ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്നാക്കി മാറ്റി. ആദ്യകാല സെല്ലുലാർ നെറ്റ്വർക്കുകൾ അനലോഗ് സിഗ്നലുകൾ ഉപയോഗിച്ചായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് GSM സിസ്റ്റം ഡിജിറ്റലായി. അതിനെ രണ്ടാം തലമുറ അല്ലെങ്കിൽ 2G സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. പുതിയ ഫോണുകൾ ഒന്നിലധികം ബാൻഡുകൾക്ക് പകരം യൂറോപ്പിലുടനീളം ഒരു റേഡിയോ ഫ്രീക്വൻസി ബാൻഡ് 900 MHz ഉപയോഗിച്ചു. US അടക്കം മറ്റു രാജ്യങ്ങളും അതിവേഗത്തിൽ ഈ സംവിധാനത്തിലേക്ക് മാറി. 1988 സാംസങ് അവരുടെ ആദ്യ ഫോൺ ഇറക്കുന്നു. SH100 എന്ന ആദ്യ ഹാൻഡ് ഫോൺ നിർമ്മിച്ച സാംസങ് ഒരു വർഷത്തിന് ശേഷം 1988 കൊറിയയിൽ രൂപകൽപ്പന ചെയ്ത ആദ്യ മൊബൈൽ ഫോൺ ഔദ്യോഗികമായി ഇറക്കി. വളരെ ചെറിയ ഡിസ്പ്ലേ ആയതിനാൽ ടെക്സ്റ്റ് മെസ്സേജുകൾ ഇതിൽ കാണാൻ കഴിയുമായിരുന്നില്ല. ഡയൽഡ് ഇൻകമിംഗ് നമ്പറുകൾ മാത്രമാണ് ഇതിൽ തെളിഞ്ഞിരുന്നത്. SH100 മൊബൈൽ ഫോൺ സാധാരണക്കാരിലേക്ക് എത്തിത്തുടങ്ങുന്നത്. 1989 മോട്ടോറോള മൈക്രോടാക് ബ്രിക് ഫോൺ ഇറക്കി നിരവധി വർഷങ്ങൾക്ക് ശേഷം വിപണിയിൽ ഫ്ലിപ്പ് ഡിസൈൻ അവതരിപ്പിച്ചുകൊണ്ട് മോട്ടോറോള ഒരിക്കൽ കൂടി നവീകരിച്ചു. മോട്ടോറോള മൈക്രോടാക് എന്നായി മോഡലിന്റെ പേര്. ഈ സമയത്ത് വിപണിയിലുണ്ടായിരുന്ന ഏറ്റവും ചെറുതും ഭാരം കുറഞ്ഞതുമായ ഫോണായിരുന്നു ഇത്. അതിനു മുമ്പ് മോട്ടോറോള നിരവധി ബ്രിക് മോഡലുകൾ ഇറക്കിയെങ്കിലും അവയെല്ലാം വലുതും വാഹനങ്ങൾ ഘടിപ്പിക്കുകയോ ബ്രീഫ് കേസുകൾ പോലെ കൊണ്ടുപോവുകയോ ചെയ്യാവുന്നതായിരുന്നു. എന്നാൽ മൈക്രോടാക് കീപാഡിൽ അടക്കം ഒരു വിപ്ലവകരമായ രൂപകൽപ്പനയോടെയാണ് അവതരിപ്പിച്ചത്. 1992 നോക്കിയ 1011 വൻതോതിൽ ഉൽപാദനം നടന്ന ആദ്യ GSM അതായത് 2G ഫോണാണ് നോക്കിയയുടെ 1011 മോഡൽ. 1992 ഈ ഫോൺ നോക്കിയ അവതരിപ്പിച്ചത്. 1992 ആയപ്പോഴേക്കും മൊബൈൽ ഫോണുകളുടെ വലുപ്പത്തിലും അതിൻ്റെ ആന്റിനയുടെ വലുപ്പത്തിലും ഒരു ഒതുക്കം വന്നിരുന്നു. ഇത്തരത്തിലുള്ള ഒരു മോഡലായിരുന്നു നോക്കിയയുടെ 1011. എന്നാൽ ഇത് ആദ്യ GSM ഫോണല്ല. അതിന് ഒരു വർഷം മുമ്പ് ബ്രിട്ടീഷ് നിർമ്മാതാക്കളായ ഓർബിറ്റൽ TPU 900 എന്ന മോഡൽ അവതരിപ്പിച്ചിട്ടുണ്ട്. 1992 ആദ്യമായി ഫോണിലൂടെ ടെക്സ്റ്റ് മെസ്സേജ് അയക്കപ്പെടുന്നത്. വോഡാഫോണിന്റെ ഹോളിഡേ ഓഫീസ് പാർട്ടിയിൽ വെച്ച് ഡെവലപ്പറായ നീൽ പാപ്വേത്ത് അയച്ച സന്ദേശം വോഡാഫോൺ ഡയറക്ടർക്ക് ലഭിച്ചു. ഹാപ്പി ക്രിസ്മസ് എന്നായിരുന്നു ആദ്യ സന്ദേശം. 1994 സ്മാർട്ട് ഫോണുകൾ വരുന്നു. IBM സിമോൺ ആണ് ചരിത്രത്തിൽ ആദ്യമായി 1994 ടച്ച് സ്ക്രീനും മാപ്പുകളും അടങ്ങിയ സ്മാർട്ട് ഫോൺ അവതരിപ്പിച്ചത്. എന്നാൽ ഇത് അത്ര കണ്ട് ജനപ്രിയമായിരുന്നില്ല. ഇതിനിടയിൽ തന്നെ സാധാരണ മൊബൈൽ ഫോണുകൾ കൂടുതൽ നവീകരിക്കപ്പെട്ട് കൂടുതൽ ജനപ്രിയമാവുകയും ചെയ്തു. 1997 പുറത്ത് ആന്റിന ഇല്ലാത്ത ആദ്യ ഫോൺ ഇറങ്ങി. ജർമ്മൻ നിർമ്മാതാക്കളായ ഹഗനെക്കിന്റെ ഗ്ലോബൽ ഹാൻഡിയാണ് ബാഹ്യ ആന്റിന ഇല്ലാതെ പുറത്തിറങ്ങിയ ആദ്യ മൊബൈൽ ഫോൺ. ഉപയോഗിക്കാൻ ഏറെ സൗകര്യപ്രദമായിരുന്നു ഇതിന്റെ രൂപകൽപ്പന. കീബോർഡിൽ അക്കങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അക്ഷരങ്ങളില്ലാത്തതും മെനു സിസ്റ്റവും ഒരു പോരായ്മയായി അക്കാലത്ത് ചൂണ്ടിക്കാട്ടപ്പെട്ടിരുന്നു. 1998 മൊബൈൽ ഫോണിൽ കളർ സ്ക്രീൻ എത്തി. കളർ സ്ക്രീനുള്ള ആദ്യ മൊബൈൽ ഫോൺ വരുന്നത് 1998 സീമെൻസ് S10 എന്ന മോഡലിലൂടെയാണ് ഇത് അവതരിപ്പിച്ചത്. മൊബൈൽ ഫോൺ രംഗത്ത് വഴിത്തിരിവായിട്ടാണ് ഈ മോഡലിനെ വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്. 6 വരി ടെസ്റ്റുകൾ വരെ ഇതിന്റെ സ്ക്രീനിൽ തെളിയുമായിരുന്നു. 1998 മൂന്നാം തലമുറ നെറ്റ്വർക്ക് അതായത് 3G എത്തുന്നു.
1998 മൊബൈൽ ഫോൺ രംഗത്ത് മറ്റൊരു കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കി 3G നെറ്റ്വർക്ക് ലോകത്ത് അവതരിപ്പിക്കപ്പെട്ടു. മൊബൈൽ ഫോണുകളിൽ വ്യക്തിഗത റിംഗ്ടോണുകൾ സെറ്റ് ചെയ്യാൻ സാധിക്കാനാകുന്നതും ഒരു ഡൗൺലോഡിംഗ് ഉപകരണമായി മൊബൈൽ ഫോൺ മാറുന്നതും 1998 എന്നതും ശ്രദ്ധേയമാണ്. 1999 ഫോണുകളിൽ ബ്രൗസർ എത്തി. MP3 പ്ലെയറും മോട്ടോറോളയും നോക്കിയയും WAP ബ്രൗസർ മൊബൈൽ ഫോണുകളിൽ അവതരിപ്പിച്ചു. ഇന്റർനെറ്റിൽ ബ്രൗസ് ചെയ്യാൻ കഴിയുന്ന നോക്കിയയുടെ ആദ്യ ഫോൺ 7110 മോഡലാണ്. 1999 വിപണിയിൽ തിളങ്ങി നിന്നിരുന്ന മോട്ടോറോളയും നോക്കിയയും പിന്നിലാക്കി സാംസങ് SPH M100 അപ്രോയർ പുറത്തിറക്കി. വിപ്ലവകരമായ ഫോണായിരുന്നു അത്. MP3 പ്ലെയറോട് കൂടിയുള്ള പ്ലേ ബട്ടണുള്ള ഫോണായിരുന്നു ഇത്. ഈ വർഷം തന്നെയാണ് ഫോണുകളിൽ GPS സംവിധാനം വരുന്നതും. ക്യാമറ എത്തുന്നു. ഫോണുകളിൽ ക്യാമറ ആരാണ് ആദ്യമായി അവതരിപ്പിച്ചതെന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കമ്പനിക്കിടയിലുണ്ട്. ഷാർപ്പ് കോർപ്പറേഷൻ ഇറക്കിയ JSH04 ആണ് ഒരു വിഭാഗം അവകാശപ്പെടുന്നു. എന്നാൽ ജപ്പാനിൽ ഇറക്കിയ ക്യോസറയുടെ VP210 എന്ന ഫോണിലാണ് യഥാർത്ഥത്തിൽ ആദ്യമായി ക്യാമറ എത്തുന്നതെന്നാണ് ഭൂരിപക്ഷ വാദം. ഫോണുകളുടെ ഇതിഹാസം പിറന്നു. 2000 ഫോണുകളുടെ ഇതിഹാസം എന്ന് ഇന്നും അറിയപ്പെടുന്ന നോക്കിയയുടെ 3110 പുറത്തിറങ്ങുന്നത്. ഇന്ന് സ്മാർട്ട് ഫോൺ വിപണികൾക്കിടയിലും ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഫോണുകളുടെ കൂട്ടത്തിൽ തന്നെയുണ്ട് ഈ മോഡൽ. റേഡിയോയും ബ്ലൂടൂത്തും ഉണ്ട് അതിനകത്ത്. റേഡിയോയും കലണ്ടറും അടക്കമുള്ള ഫീച്ചറുകളോട് കൂടി നോക്കിയ 2001 8310 മോഡൽ പുറത്തിറക്കി. ഇത് കുറച്ച് ചിലവേറിയതായിരുന്നു. $500 അതിന്റെ വില. ഇൻഫ്രാറെഡ്, FM റേഡിയോ, GPRS, കലണ്ടർ തുടങ്ങിയ ഫീച്ചറുകൾ അക്കാലത്ത് അപൂർവ സവിശേഷതയായിരുന്നു. എറിക്സൺ അവരുടെ T39 മോഡലിൽ ബ്ലൂടൂത്ത് കൊണ്ടുവന്നു. വൈകാതെ തന്നെ മറ്റു കമ്പനികളും തങ്ങളുടെ ഫോണുകളിൽ ബ്ലൂടൂത്ത് അവതരിപ്പിച്ചു. ബ്ലാക്ക്ബെറി സ്മാർട്ട് ഫോൺ 2002 ആദ്യ ബ്ലാക്ക്ബെറി സ്മാർട്ട് ഫോൺ പുറത്തിറങ്ങുന്നത്. പുതിയ സ്മാർട്ട് ഫോൺ എന്ന പേരിലായിരുന്നു അന്നത് അറിയപ്പെട്ടിരുന്നത്. ഇമെയിൽ, ഇന്റർനെറ്റ് തുടങ്ങിയ സവിശേഷതകളുടെ മൊബൈൽ ഫോൺ നിർമ്മാണ രംഗത്ത് ബ്ലാക്ക്ബെറിയുടെ വരവ് വലിയ വിപ്ലവമാണ് സൃഷ്ടിച്ചത്. 2007 മറ്റൊരു ഇതിഹാസം പിറവികൊള്ളുന്നു. സെൽഫോൺ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷമായിരുന്നു 2007. ഭൂരിഭാഗം ഫിസിക്കൽ ഹാർഡ്വെയർ ബട്ടണുകളും നീക്കം ചെയ്ത് ഒരു ടച്ച് അധിഷ്ഠിത ഇന്റർഫേസോടെ iPhone 2G എന്നറിയപ്പെടുന്ന ആദ്യത്തെ ഐഫോൺ പുറത്തിറങ്ങുന്നു. അത് എല്ലാവരുടെയും ആശ്ചര്യപ്പെടുത്തുന്ന ഒന്നായിരുന്നു. ഭൂരിഭാഗം ഫിസിക്കൽ ഹാർഡ്വെയർ ബട്ടണുകളും നീക്കം ചെയ്ത് ഒരു ടച്ച് അധിഷ്ഠിത ഇന്റർഫേസോടെ iPhone 2G എന്നറിയപ്പെടുന്ന ആദ്യത്തെ ഐഫോൺ പുറത്തിറങ്ങി. അത് എല്ലാവരെയും അതിശയപ്പെടുത്തുന്ന, ആശ്ചര്യപ്പെടുത്തുന്ന ഒന്ന് തന്നെയായിരുന്നു. എന്നാൽ അന്ന് ബ്ലാക്ക്ബെറിയുടെ ജനകീയത മറികടക്കാൻ ഐഫോണിന് കഴിഞ്ഞിരുന്നില്ല. അതാണ് വസ്തുത. ആൻഡ്രോയിഡ് എത്തി. ലിനക്സ് അധിഷ്ഠിത ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമുള്ള വാണിജ്യാടിസ്ഥാനത്തിൽ പുറത്തിറക്കിയ ആദ്യത്തെ ആൻഡ്രോയിഡ് ഫോണാണ് HTC Dream. 2008 ഇത്. 4G ലോങ് ടേം ഇവല്യൂഷൻ ടെക്നോളജി, അതായത് LTE ആദ്യമായി നടപ്പിലാക്കിയത് സ്വീഡനിലും നോർവേയിലുമാണ്. 2009 ഈ സേവനം അവിടെ ലഭ്യമായത്. പിന്നീട് ലോകമെങ്ങും വ്യാപിച്ചു. 2010 സാംസങ് ആണ് ആദ്യ 4G സ്മാർട്ട് ഫോൺ അവതരിപ്പിച്ചത്. സാംസങ് ഗാലക്സിയും ഗൂഗിൾ മാപ്പും ഏറെ ജനപ്രിയമായ സാംസങ്ങിന്റെ ഗാലക്സി സീരീസ് ഫോണുകൾക്ക് തുടക്കം കുറിച്ചത് 2009 അതേ വർഷം തന്നെയാണ് ആൻഡ്രോയിഡ് ഫോണിൽ ഗൂഗിൾ മാപ്പോടെ പുറത്തിറങ്ങിയത്. 5G ദക്ഷിണ കൊറിയയിൽ ആദ്യമായി 5G സേവനം തുടങ്ങി. സാംസങ്ങും ഹുവായിയും മടക്കാൻ കഴിയുന്ന സ്ക്രീനോട് കൂടിയ സ്മാർട്ട് ഫോണുകൾ വിപണിയിലെത്തിച്ചു. ഇപ്പോൾ ഇന്ത്യയിലും 5G സേവനം ലഭ്യമായി തുടങ്ങി. മൊബൈൽ ഫോൺ പിറവി കൊണ്ടിട്ട് 52 വർഷം പിന്നിടുമ്പോൾ ലോകം 6Gയിലേക്ക് മാറാനുള്ള ഒരുക്കങ്ങളിലാണ്. എന്തുതന്നെയായാലും ഒരു കാര്യം പറയാം, കത്തുകളിലൂടെയും വായനകളിലൂടെയും കേട്ടറിവുകളിലൂടെയും ജീവിച്ച മനുഷ്യൻ ഇന്ന് ഫോണിൽ മാത്രമാണ് ജീവിക്കുന്നത്. ഒരു കാര്യം പറയാൻ തുടങ്ങിയ ഫോൺ ഇന്ന് എല്ലാ ആവശ്യങ്ങൾക്കും ഒരു കൈപ്പിടിയിൽ മനുഷ്യന്റെ മറ്റൊരു ആയുധം കൂടിയാണ്. മൊബൈൽ ഫോൺ ഒരു മനുഷ്യനെ സ്വാധീനം ചെലുത്തിയ ചരിത്രത്തിലേക്കാണ് നമ്മൾ പോയത്. മൊബൈൽ ഫോൺ കണ്ടുപിടിച്ച നാൾ തൊട്ട് മൊബൈൽ ഫോണിന്റെ ഓരോ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സിനെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു. പുതിയ മൊബൈൽ ടെക്നോളജികളെ കുറിച്ചും ചർച്ച ചെയ്തു. 2Gയും 3Gയും 4Gയും 5Gയും ഇനി എത്താനിരിക്കുന്ന 6Gയിലേക്കുമുള്ള ചർച്ചകൾ വരെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. പ്രിയ പ്രേക്ഷകരെ, ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.